Good evening, dear students. When we come to today's class, we will be looking at what uh, uh, syllable is. And before that, just for a reminder, in the last class, we studied intrusive art, linking art, free variation, then there was a distribution, and we also studied what allophones, minimal pairs, and what phonology are. Okay, so I hope that much was clear. And when we come to this class, as I said, we will be looking at syllable and the nature of syllable. Now, syllable എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. So basically, a syllable can be defined as the unit of utterance produced with one impulse of breath. ഇത് വേറെ രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്യാറുണ്ട്. സിലബിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് വൺ ചെസ്റ്റ് പൾസ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഒരു സ്ട്രീം ഓഫ് എയർ കൊണ്ട്, അതായത് ഒരു സ്ട്രീം ഓഫ് എയർ ബ്രേക്ക് ചെയ്യാതെ നമ്മൾക്ക് അട്ടർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ഓഫ് സൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, സിലബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് ലാർജർ ദാൻ ഫോണീംസ്. ഫോണീംസിനേക്കാളും ലാർജ് ആണ് എന്തെന്ന് പറയുന്നത് സിലബിൾ എന്ന് പറയുന്നത്. ബിക്കോസ് എ സിലബിൾ വിൽ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഫോണീം. എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല. ചില സിലബിളിനകത്ത് എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഒരു ഫോണീം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ എന്ന് നമ്മൾ പറയുകയാണ്, ഇ വൈ ഇ ഐ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ഡിഫ്തോങ് മാത്രമേ ഉള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു സിലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ contain more than one phoneme. So ഫോണീമിനേക്കാളും ആ ഹൈറാർക്കി നോക്കുമ്പോഴത്തേക്കും ഫോണീമിനേക്കാളും മുകളിലാണ് സിലബിൾ, ബിക്കോസ് it is larger than phonemes. So syllable can be defined as the unit of utterance produced with one impulse of breath. They exist at a level higher than individual sound segments or phonemes. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. സോ ആ ഒരു ഹൈറാർക്കി നോക്കുമ്പോഴത്തേക്കും they exist at a level higher than individual sound segments or phonemes. In every word made up of more than a single sound, at least one sound is heard to be more prominent than the neighboring sounds. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഒരു സിലബിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേ കണ്ടെയ്ൻ 1 or 2 or 3 or more സൗണ്ട്സ്. അതിനകത്ത് ഒരു സൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, മറ്റ് സൗണ്ട്സിനേക്കാളും പ്രോമിനൻ്റ് ആയിരിക്കും. ഓക്കെ, Now അത് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ വവൽ ഓർ എ ഡിഫ്തോങ്. അതായത് നമ്മളിപ്പോൾ ഒരു സിലബിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ 3 or 4 ഫോണീംസ്. അതിനകത്ത് വൺ phoneme will have a lot of prominence in comparison to other sounds. So in every word made up of more than a single sound, at least one sound is heard to be more prominent than the neighboring sounds. If there is only one such prominent sound, the sequence is said to consist of one syllable. അതായത് ഇപ്പോൾ ഒരു കൂട്ടം ഫോണീംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രോമിനൻറ്റ് സൗണ്ടേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ഒരു സിലബിളേ ഉള്ളൂ എന്ന് പറയും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിലബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുകിൽ ഒരു വവലോ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ്ങോ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഒരു വേർഡ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്ത് 2 വവൽസ് കാണുന്നു എന്ന് വെച്ചോ. ഓക്കെ, 2 വവൽസ് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സിലബിൾസ്. 3 വവൽസ് അല്ലെങ്കിൽ ഇപ്പോൾ 2 വവൽ ഒരു ഡിഫ്തോങ് കാണുന്നു എന്ന് വെച്ചോ, then it means that the word consists of 3 syllables. So ഒരു സിലബിളിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഒന്നുകിൽ ഒരു വവലോ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ്ങോ മാത്രമേ കാണത്തുള്ളൂ. So if there is only one such prominent sound, അതാ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഏതൊരു വേർഡ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സിലബിൾ എടുത്താലും അതിനകത്ത് ഒരു സൗണ്ട് എന്ന് പറയുന്നത് പ്രോമിനൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു വാക്ക് എടുക്കുന്നു, അപ്പം അതിനകത്ത് ഒന്നിലധികം സൗണ്ടുകളുണ്ട്. അപ്പം അതിനകത്ത് പ്രോമിനൻ്റ് സൗണ്ട് ഒന്നേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് എന്തേ ഉള്ളൂ, ഒരു വവലേ ഉള്ളൂ. ഓക്കെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേർഡ് എടുക്കുന്നു, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു വവലേ കാണുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരു സിലബിളേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വവൽസിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സിലബിൾസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇൻ എവറി സിലബിൾ ദർ വിൽ ബി എ വവൽ. നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു വവൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിഫ്തോങ് കൺസണൻസ് കാണണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചില സിലബിൾ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സിംഗിൾ സൗണ്ടേ കാണത്തുള്ളൂ. ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഐ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഡിഫ്തോങ് മാത്രമേ ഉള്ളൂ, there are no consonants. സോ കൺസണൻസ് ഇല്ലാതെ എന്ത് വരാം, സിലബിൾസ് വരാം. പക്ഷേ ഒരിക്കലും വവൽസോ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ്ങോ ഇല്ലാതെ ഒരിക്കലും ഒരു സിലബിൾ വരത്തില്ല. ഓക്കെ,
So if there is only one such prominent sound, the sequence is said to consist of one syllable. A word can be made up of one or more syllables. നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഒരു വാക്കിനകത്ത് ഒരു സിലബിളോ അല്ലെങ്കിൽ ഒന്നിലധികം സിലബിൾസോ കാണാം. ഒരു സിലബിളേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ മോണോസിലബിക് വേർഡ് എന്ന് പറയും. രണ്ട് സിലബിൾ ഉണ്ടെങ്കിൽ ഡൈസിലബിക് എന്ന് പറയും. രണ്ടിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ polysyllabic എന്ന് പറയും. Okay, so അതാണ് ഇവിടെ പറയുന്നത്. A word can be made up of one or more syllables. Words like tree, hit and bell have only one syllable each. അല്ലേ? ഇപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ട്രീ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു വവൽ സൗണ്ടേ ഉള്ളൂ. സോ there is only one syllable. Hit നോക്കുക, there is only one vowel sound, so one syllable. Bell നോക്കുക, there is only one vowel sound, so one syllable. They are called monosyllabic words. So monosyllabic words നമ്മൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് സെമ്മിലൊക്കെ പഠിച്ച ഡെഫിനിഷൻ ആണ്. Monosyllabic words are those words with just one syllable. Words like comma, letter and sister have two syllables each and they are called disyllabic words. ഇനി comma എന്ന് പറയുന്ന വാക്ക് നോക്കുക, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും you can see that here there are two vowels and there are two syllables. Letter നോക്കുക, here is a vowel and here is a vowel, so there are two syllables. Sister നോക്കുക, ഇവിടെ e എന്ന് പറയുന്ന vowel വരുന്നു, ഇവിടെ എന്ന് പറയുന്ന vowel വരുന്നു, so two vowels, so two syllables. Words with more than two syllables are called polysyllabic words. Example, traveler, humidity. So traveler നോക്കുമ്പോഴത്തേക്കും you can find that there are three vowels, hence this is a trisyllabic word. Humidity നോക്കുക, so here there are four syllables, so here there are four vowels, hu, u, then e, then e and then e. Okay, so it means that the word has got four syllables. Okay, ഇനി നമ്മൾ ഒരു സിലബിളിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സിലബിളിന്റെ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന കോൺസ്റ്റുവന്റ് എലമെന്റ്സിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. കോൺസ്റ്റുവന്റ് എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഒരു സിലബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റുവന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇറ്റ് വിൽ ബി വോവൽസ് ആൻഡ് consonants. Okay, so the syllable can be analyzed in terms of the elements or segments which constitute it, that is vowels and consonants. Vowels ഉം consonants ഉം ആണ് ഒരു സിലബിളിനകത്ത് വരുന്ന. ഒരു സിലബിളിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. എലമെന്റ്സ് basically mean vowels and consonants. For example, in the word eager എന്ന് പറയുന്ന വേർഡ് നോക്കേ, the first syllable is made up of one speech sound, a vowel e, and the second syllable is made up of two speech sounds, one consonant and a vowel. So eager എന്ന് പറയുന്ന വാക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നോക്കേ, there are two vowels which means that there are two syllables. So eager എന്ന് പറയുന്നത് ഒരു ഡൈസിലബിക് വേർഡ് ആണ്. ഫസ്റ്റ് സിലബിൾ എന്ന് പറയുന്ന e and the second one is g. So ഫസ്റ്റ് സിലബിൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു vowel സൗണ്ട് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സിലബിൾ എടുക്കുമ്പോഴത്തേക്കും you can find a consonant as well as a vowel. Okay, so the most prominent sound in a syllable is said to be the syllabic sound. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സിലബിൾ എടുക്കുന്നു, അതിനകത്ത് രണ്ടോ മൂന്നോ സൗണ്ട്സ് കാണും, അതിനകത്ത് ഒരെണ്ണം പ്രോമിനന്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രോമിനന്റ് ആയിട്ടുള്ള സൗണ്ട് വവൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള സൗണ്ട്സിനെ അല്ലെങ്കിൽ ഒരു സിലബിളിൽ വരുന്ന വവലിനെ യു കോൾ ഇറ്റ് ആസ് സിലബിക് സൗണ്ട് or you can call it as the nucleus of the syllable. Okay, അതിനെ നമുക്ക് സിലബിക് സൗണ്ട് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ you can call it as the nucleus of the syllable. Okay, so the most prominent sound in a syllable is said to be the syllabic sound. It is also called, it is ഇവിടെ is missing ആണ്, it is called the nucleus of the syllable. അതിനെ നമുക്ക് എന്ത് പറയാം? nucleus എന്ന് പറയാം. Usually the vowel or diphthong in a syllable is its nucleus. So ഒരു സിലബിളിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വവൽ അല്ലെങ്കിൽ ഡിഫ്തോങ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ ദ സെൻട്രൽ സെഗ്മെന്റ് ഓഫ് എ സിലബിൾ. ഒരു സിലബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയസ് തന്നെ ആണ്. The rest of the sounds in a syllable are called non-syllabic or marginal sounds. Now നമ്മൾ ഒരു സിലബിൾ എടുത്താൽ അതിനകത്ത് വവൽ അഥവാ സിലബിക് സൗണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ മാറ്റി നിർത്തി ബാക്കി വരുന്ന സൗണ്ട്സിനെ, അതായത് ആ സിലബിളിലെ കൺസണൻസിനെ നമ്മൾ നോൺ സിലബിക് സൗണ്ട്സ് അല്ലെങ്കിൽ മാർജിനൽ സൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലെറ്റ് us take the word clip. ക്ലിപ്പ് എന്ന് പറയുന്ന വേർഡ് എടുക്കുക, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും there is k, l, e and p. Okay,
which has a single syllable. ഇതിനകത്ത് ഒരു വവലേ ഉള്ളൂ. So single syllable ആണ്, monosyllabic word ആണ്. The vowel E is the nucleus and the consonants k, l and p are marginal. So അതിനകത്ത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സിലബിക് സൗണ്ട് എന്ന് പറയുന്നത് ഇ ആണ്. ബാക്കി മൂന്ന് കൺസണൻസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സിലബിക് സൗണ്ട്സ് അല്ലെങ്കിൽ മാർജിനൽ സൗണ്ട്സ് ആണ്. A syllable always has a nucleus but may or may not have marginal elements. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിലബിൾ എടുത്താൽ അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും എന്തുണ്ടാകും? ഒരു വവൽ സൗണ്ട് ഉണ്ടാകും. പക്ഷെ അതിനകത്ത് എന്തുണ്ടാകണം എന്നില്ല, കൺസണൻസ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ ഐ എന്ന് പറയുന്ന വാക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? സോ ഓക്കെ, സോ ഒരു സിലബിളിന് എപ്പോഴും എന്തുണ്ടാകും? അതിനകത്ത് ഒരു വവൽ സൗണ്ട് ഉണ്ടാകും. പക്ഷെ എല്ലായ്പ്പോഴും എന്തുണ്ടാകണം എന്നില്ല, കൺസണന്റ് സൗണ്ട്സ് ഉണ്ടാകണം എന്ന് ഇല്ല. സോ ബട്ട് വവൽ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മസ്റ്റ് ആണ്. സോ എ സിലബിൾ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ വവൽ സൗണ്ട് ബട്ട് ഇറ്റ് ഡസ് നോട്ട് നെസസറിലി ഹാവ് കൺസണൻസ് ഓൾവേസ്. എപ്പോഴും അതിനകത്ത് എന്തുണ്ടാകണം എന്നില്ല, കൺസണൻസ് ഉണ്ടാകണം എന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം എന്തുണ്ടാകും? കൺസണൻസ് ഉണ്ടാകും. ഈ ഐ പോലെയൊക്കെയുള്ള കേസിൽ മാത്രമേ ഉള്ളൂ എന്ത് മാത്രമായിട്ട് വരുന്നത്? ഒരു സിംഗിൾ സൗണ്ട് മാത്രമായിട്ട് വരുന്നത്. ഓക്കെ, സോ എ സിലബിൾ ഓൾവേസ് ഹാസ് എ ന്യൂക്ലിയസ് ബട്ട് മേ ഓർ മേ നോട്ട് ഹാവ് മാർജിനൽ എലമെന്റ്സ്. ദസ് ദ സിംഗിൾ സിലബിൾ ഇൻ ഐ ഹാസ് ഓൺലി ന്യൂക്ലിയസ്. ഓക്കെ, സോ ഇനി ഒരു സിലബിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആദ്യം വരുന്ന കൺസണൻസിന് നമ്മൾ റിലീസിങ് കൺസണൻസ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് പറയും. അതേപോലെ ആ സിലബിളിന്റെ അവസാന ഭാഗത്ത് വരുന്ന കൺസണൻസിന് നമ്മൾ അറസ്റ്റിംഗ് കൺസണൻസ് അല്ലെങ്കിൽ കോഡ എന്ന് പറയും. ഓക്കെ, ദാ ഇവിടെ നോക്കേ, the consonant or consonants at the beginning of a syllable is called releasing consonants indicated by the capital R or the onset. Releasing consonants ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, you can call them as onset, and the consonant or consonants at the end of a syllable is called the arresting consonants or coda. If the syllable ends in a vowel that is without a coda, it is called an open syllable, and if it ends with a consonant that is with coda, it is called a closed syllable. ഇനി ഒരു സിലബിൾ അവസാനിക്കുന്ന പാർട്ടിൽ ഒരു വവൽ സൗണ്ടിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഓപ്പൺ സിലബിൾ എന്ന് പറയും. അതായത് അവിടെ എന്ത് കാണത്തില്ല? അറസ്റ്റിംഗ് കൺസണൻസ് അല്ലെങ്കിൽ കോഡ കാണത്തില്ല. സോ ഇഫ് കോഡ ഈസ് ആബ്സെന്റ് യു കോൾ ദാറ്റ് സിലബിൾ ആസ് ഓപ്പൺ സിലബിൾ. മറ്റൊരു രീതി പറഞ്ഞാൽ ആ സിലബിൾ അവസാനിക്കുന്നത് എന്തിലായിരിക്കും? ഒരു വവൽ സൗണ്ടിലായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിലബിൾ. ഇനി കോഡയോട് കൂടി അല്ലെങ്കിൽ അറസ്റ്റിംഗ് കൺസണൻസോട് കൂടി കൺസണന്റ് സൗണ്ട്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്ലോസ്ഡ് സിലബിൾ. The nucleus, which is usually a vowel or diphthong, is represented by the letter V and the marginal elements by the symbol C. നമ്മൾ ഒരു വാക്കിന്റെ സിലബിൾ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള വവൽ സൗണ്ടിന് നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും കൺസണൻസിന് C എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ സിലബിൾ എന്താണെന്നുള്ളത് പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Thus in the monosyllabic word bet, B is the releasing consonant, T the arresting consonant, and E the nucleus. So നമ്മൾ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് bet എന്ന് പറയുന്ന വാക്കെടുക്കുക. It consists of 3 phonemes, B, A and T. So B എന്ന് പറയുന്നത് എന്താണ്? റിലീസിംഗ് കൺസണന്റ് ആണ് അല്ലെങ്കിൽ ഓൺസെറ്റ് ആണ്. T എന്ന് പറയുന്നത് അറസ്റ്റിംഗ് കൺസണന്റ് ആണ് അല്ലെങ്കിൽ കോഡ എന്ന് പറയും. And E is the nucleus. Okay. Now we come to consonant cluster. ഒരു മിനിറ്റ്. ഓക്കെ, നൗ കൺസണന്റ് ക്ലസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് കൺസണൻസ്. നമ്മൾ ഒരു സിലബിൾ എടുക്കുമ്പോഴത്തേക്കും രണ്ടോ അതിലധികമോ കൺസണൻസ് അടുപ്പിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഒരു കൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത് 2 കൺസണൻസ് ആകാം, 3 കൺസണൻസ് ആകാം, ചില കേസിൽ റെയർ കേസിൽ 4 കൺസണൻസ് വരെ ആകാം. ഓക്കെ, സോ എ കൺസണന്റ് ക്ലസ്റ്റർ ഈസ് എ സീക്വൻസ് ഓഫ് 2 or more consonants occurring within a syllable. ഒരു സിലബിളിനകത്ത് രണ്ടോ അതിലധികമോ കൺസണൻസിന്റെ കൂട്ടം. ഓക്കെ, സോ അവർ ഒരുമിച്ചായിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് യു വോണ്ട് ഫൈൻഡ് എ സിലബിൾ ഇൻ ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ നോട്ട് സിലബിൾ, യു വോണ്ട് ഫൈൻഡ് എ വവൽ ഇൻ ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? ഒരു വവൽ കാണാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ദ സീക്വൻസ് PL, P and L in the word play is a consonant cluster because both the consonants forming the sequence belong to the same syllable. Now play എന്ന് പറയുന്ന വാക്കെടുക്കുക.
നമ്മൾക്കറിയാം നമുക്ക് കാണാം ദാ ഇവിടെ ഒരു diphthongേ ഉള്ളൂ, which means that it is a monosyllabic word. Now ആ syllable-നകത്ത് you can find two consonants occurring together, p and l. So അതെന്താണ്, അതൊരു consonant cluster ആണ്. So basically what is a consonant cluster എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യേണ്ടത് ഇതാണ്. It's a cluster of consonants or a sequence of consonants occurring within a single syllable. As we see in the example in the word play, p and l, they come one after the other, they are together and they form a consonant cluster. Okay, so and they it's a monosyllabic word and they happen to be within the same syllable. Similarly, in the word clasps എന്ന് പറയുന്ന word നോക്കുക, clasps. Okay, so the consonants s, p and s form a consonant cluster since they belong to the same sample അല്ല, belong to the same syllable. Okay, so clasps എന്ന് പറയുന്ന sound word നമ്മൾ നോക്കുകയാണെങ്കിൽ again it has got just one vowel, so it's a monosyllabic word. നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ദാ ഇവിടെ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, ഇവിടെ ഒരു s സൗണ്ട് കൂടെ വരുന്നേ ഉള്ളൂ, clasps. Okay, so k l അതൊരു consonant cluster ആണ്, consonant cluster of two consonants, and then അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും s, p and s. Okay, so it's a consonant cluster of three phonemes. So ഇവിടെ k and l, it's a consonant cluster of two phonemes or two consonants, and here when you transcribe clasps, you get a consonant cluster of three sounds at the end. Okay, so on the other hand, in the word tender എന്ന് പറയുന്ന വാക്ക് നോക്കുക, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും t, a, n, d and a. The two consonants n and d do not form a consonant cluster since they belong to two different syllables. So ഇവിടെ നമ്മൾ tender ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും you can find two vowels, which means that it consists of two syllables. നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും t and a എന്ന് പറയുന്നത് ഒരു സിലബിൾ ആണ്, n, d, a എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റൊരു ഓക്കെ, ഇത് നമ്മൾ സിലബിൾ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് t, a and n ഇത്രയും 10 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സിലബിൾ, d and a is a second syllable. ഓക്കെ, സോ ഇവിടെ n എന്ന് പറയുന്നത് ഫസ്റ്റ് സിലബിളിന്റെ പാർട്ടാണ്, d എന്ന് പറയുന്നത് സെക്കൻഡ് സിലബിളിന്റെ പാർട്ടാണ്. സോ അത് എന്തല്ല, കൺസോണന്റ് ക്ലസ്റ്റർ അല്ല, ബിക്കോസ് n and d ആർ പാർട്ട് ഓഫ് ടു ഡിഫറെന്റ് സിലബിൾസ്. ഓക്കെ, സോ കൺസോണന്റ് ക്ലസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ പ്രീറിക്വിസിറ്റ് ഇതാണ്, they have to be within the same syllable. ഇവിടെ അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പോവുകയാണ്, ബിക്കോസ് tender എന്ന് പറയുമ്പോഴത്തേക്കും the first syllable is ten and the second syllable is d. So n and d cannot form a consonant cluster because they belong to two different syllables. ഇനി കൺസോണന്റ് ക്ലസ്റ്റേഴ്സ് പ്രധാനമായിട്ടും 5 ടൈപ്പ് ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് ടു കൺസോണന്റ്സ്. നമ്മളിതാ ഇവിടെ പ്ലേയിൽ കണ്ടതുപോലെ ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് ടു കൺസോണന്റ്സ്, ഒരു സിലബിൾ തുടങ്ങുന്നിടത്ത് എത്ര കൺസോണന്റ്സിന്റെ ക്ലസ്റ്റർ ആണ്, രണ്ട് കൺസോണന്റ്സിന്റെ ക്ലസ്റ്റർ ആണ്. ലൈക്ക് p and l in the word plate. പ്ലേറ്റ് എന്ന് പറയുന്ന വേർഡ് നോക്കുക, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിൽ വരും. സോ ഹിയർ അറ്റ് ദ ബിഗിനിങ് യു ഹാവ് ഗോട്ട് ടു സിലബിൾസ്. Now next one എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് ത്രീ കൺസോണന്റ്സ്. ഓക്കെ, അതായത് സിലബിളിന്റെ ബിഗിനിങ് പാർട്ടിൽ എത്ര കൺസോണന്റ്സ് ഉണ്ടാകും, 3 കൺസോണന്റ്സ് ഉണ്ടാകും. ഓക്കെ, സോ എന്ന് പറയുന്നത് ഓൺസെറ്റ് അല്ലെങ്കിൽ റിലീസിങ് കൺസോണന്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്, ഇവിടെ ഓൺസെറ്റ് അല്ലെങ്കിൽ റിലീസിങ് കൺസോണന്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഓക്കെ, സോ ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് ത്രീ കൺസോണന്റ്സ് ലൈക്ക് ഇൻ ദ വേർഡ് സ്പ്ലാഷ് എന്ന് പറയുന്ന വേർഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും, സ്പ്ലാഷ്. സോ ഒറ്റ വവലേ ഉള്ളൂ, സോ ഇറ്റ്സ് എ മോണോസിലബിക് സൗണ്ട്. സോ s, p and l എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ത്രീ കൺസോണന്റ്സ് occurring at the beginning part of the syllable. സോ നമ്മൾ എന്ത് പറയും, ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് ത്രീ കൺസോണന്റ്സ്. ഇനി ഇതേപോലെ അറസ്റ്റിംഗ് കൺസോണന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കോഡായിട്ട് 2 കൺസോണന്റ്സ് വരും, ഫൈനൽ ക്ലസ്റ്റർ ഓഫ് 2 കൺസോണന്റ്സ്. ഫോർ എക്സാമ്പിൾ ക്ലാസ്പ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, സോ അതിന്റെ സിംഗുലർ ഫോം നമ്മൾ എടുക്കുകയാണ്, ക്ലാസ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അവിടെ നമ്മൾ എൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വേർബായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പ്ലൂറൽ ഫോമാണ്, തെറ്റിദ്ധരിക്കരുത്. സോ ഇവിടെ എൻഡ് പാർട്ടിൽ എത്ര കൺസോണന്റ്സേ ഉള്ളൂ, 2 കൺസോണന്റ്സേ ഉള്ളൂ. സോ നമ്മൾ എന്ത് പറയും, ഇറ്റ്സ് എ
final cluster of 2 consonants. Okay, so similarly final cluster of 3 consonants നമ്മൾ ദാ ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന വാക്ക് എടുക്കുന്നു. നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ന k s and t. So arresting പാർട്ടിൽ അല്ലെങ്കിൽ end പാർട്ടിൽ you can find a cluster of 3 consonants. So നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ്, ഫൈനൽ ക്ലസ്റ്റർ ഓഫ് 3 കൺസോണൻസ്. സോ ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് 2, ഇനിഷ്യൽ ക്ലസ്റ്റർ ഓഫ് 3, ഫൈനൽ ക്ലസ്റ്റർ ഓഫ് 2, ഫൈനൽ ക്ലസ്റ്റർ ഓഫ് 3. ഓക്കെ, അതുപോലെ ഞാൻ വേറൊരു എക്സാമ്പിളോട് അവിടെ തന്നിട്ടുണ്ട്. ദ വേർഡ് ടെംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ട് എ മ പ ട്. സോ മ പ ട് ഫോംസ് എ ക്ലസ്റ്റർ ഓഫ് 3 syllables at the end. 3 syllables അല്ല, 3 consonants at the end. So it's a final cluster of 3 consonants. Now the fifth one, final cluster of 4 consonants എന്ന് പറയുമ്പോഴത്തേക്കും for example നമ്മൾ ടെക്സ് പ്ലൂറൽ ആയിട്ട് എടുക്കുകയാണ്, ടെക്സ്റ്റിന്റെ പ്ലൂറൽ ആണ് ടെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട് എ ക സ് ട് സ്. ഓക്കെ, സോ ടെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വവൽ കഴിഞ്ഞിട്ട് അറസ്റ്റിംഗ് പാർട്ടിൽ there happens to be 4 consonants. So ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈനൽ ക്ലസ്റ്റർ ഓഫ് 4 consonants എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെംസ്, ഓക്കെ, നമ്മൾ സിംഗുലർ ഫോം എടുക്കുന്നു, വേർബായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സിംഗുലർ ഫോം എടുക്കുകയാണെങ്കിൽ ടെംസ് എന്ന് വരും. സോ ട് എന്ന് പറയുന്ന വോവൽ കഴിഞ്ഞാൽ മ പ ട് സ്, ഇങ്ങനെ 4 കൺസണന്റ് സൗണ്ട്സ് അറസ്റ്റിംഗ് പാർട്ടിൽ വരും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ a consonant cluster where you have got 4 consonants at the end part, final cluster of 4 consonants. Okay, now we come to another important concept, vocoids and contoids. One minute. Okay, now vocoids and contoids. Now എന്താണ് vocoids and contoids എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു സിലബിൾ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോമിനൻസ് എന്ന് പറയുന്നത് വവൽസിനായിരിക്കും. നമ്മളൊരു സിലബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2, 3, 4 ഫോണീംസ് ഉണ്ടാകും. അതിനകത്ത് ഒരെണ്ണം പ്രോമിനൻ്റ് ആയിരിക്കും, അതിനെ നമ്മൾ സിലബിക് സൗണ്ട് എന്നും, പ്രോമിനൻസ് ഇല്ലാത്തവരെ നമ്മൾ എന്തെന്ന് പറയും, നോൺ സിലബിക് സൗണ്ട് അല്ലെങ്കിൽ മാർജിനൽ സൗണ്ട്സ് എന്ന് പറയും. ഇനി എവിടെയാണ് ഈ വോക്കോയിഡ്സ് അല്ലെങ്കിൽ കോൺടോയിഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിനൽ സൗണ്ട്സ്, ഓക്കെ, യൂഷ്വലി കൺസണൻസ് ആണ് മാർജിനൽ സൗണ്ട്സ്. ചില പ്രത്യേക സർക്കംസ്റ്റൻസിൽ ദേ ആക്ട് ആസ് പ്രോമിനൻറ്റ് സൗണ്ട്. അവരെന്തായിട്ട് ആക്ട് ചെയ്യും, പ്രോമിനൻറ്റ് സൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു സിലബിളിൽ വവല് ചെയ്യേണ്ടുന്ന ഫങ്ഷൻ ആര് ചെയ്യും, കൺസണൻസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ചില കേസിൽ നമ്മൾ ഒരു സിലബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില സൗണ്ടുകൾ, എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം സൗണ്ട്സ് ലൈക്ക് വ, യ. ഇത് നമ്മൾ കൺസണൻസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് കൺസണൻസ് ആണെങ്കിൽ പോലും അതെന്താണ്, ദേ ആർ ബേസിക്കലി വവൽ ലൈക്ക്. കാരണം നമ്മൾ വ അല്ലെങ്കിൽ യ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തില്ല, ആ ഒരു എയർ പാസേജിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് there is no കംപ്ലീറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോഷർ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ വ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആക്ച്വലി എ വവൽ സൗണ്ട്. ശരിക്കും അവിടെ ഒരു വവൽ ഗ്ലൈഡ് ആണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ വെൻ യു സേ ഇ, ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇ എന്ന് പറയുന്ന വവലാണ് അതിൻ്റെ ആ ഒരു അട്ടറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. പക്ഷേ ഇത് വവൽ ലൈക്ക് ആണെങ്കിൽ പോലും അവരെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കൺസണൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവർ ഒരു സിലബിൾ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും അവരെന്താണ്, മാർജിനൽ ആണ്. സോ ഇത് ബേസിക്കലി എന്തിന് കാരണമാകും, കുറച്ച് കൺഫ്യൂഷന് കാരണമാകും. കാരണം വ, ഇ പോലെയൊക്കെയുള്ള വവൽ ലൈക്ക് സൗണ്ട്സ് ആണ്, പക്ഷേ അവർ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നു, കൺസണൻസ് ആയിട്ട് വിളിക്കുന്നു. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൺസണൻസ് ആണ്, പക്ഷേ ചില സിലബിളിന്റെ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും ദേ ആക്ട് ആസ് വവൽസ്. സോ ഫോം അനുസരിച്ച് ഒരു ക്ലാസ്സിൽ വരുന്നവർ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു ക്ലാസ് ആകും. ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസ്. ഇപ്പം ല, മ, ന, റ് ഒക്കെ കാണുമ്പോഴത്തേക്കും അതിന്റെ ഫോം അനുസരിച്ച് നമ്മൾക്കറിയാം അവരെന്താണ്, കൺസണൻസ് ആണ്. പക്ഷേ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ ചിലപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും, വവൽസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലബിക് സൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ സൗണ്ട്സ് വ, ഇ, ഓക്കെ. സോ ഫോം കൊണ്ട് അവർ ശരിക്കും വവൽ ലൈക്ക് ആണ്, പക്ഷെ ഫംഗ്ഷനിൽ അവരെന്താണ്, കൺസണൻസ് ആണ്. ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് KL പൈക്ക് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റ് കൊണ്ടുവന്ന 2 കോൺസെപ്റ്റ്സ് ആണ് വോക്കോയിഡ്സ് ആൻഡ് കൺടോയിഡ്സ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വോക്കോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇറ്റ് മീൻസ് വവൽസ്,
കണ്ടോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ദേ മീൻ കൺസണൻസ്. പക്ഷേ എന്താണ് ഈ വോക്കോയിഡ്സ് കണ്ടോയിഡ്സ് എന്നുള്ളത് നമ്മളിപ്പം താഴേക്ക് വരുമ്പോഴത്തേക്കും കാണും. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. The English consonants l, m, n and r, which are usually marginal because you know they are consonants, sometimes functions as syllabic sounds. ചില സമയത്ത് അവരെന്തായിട്ട് ആക്ട് ചെയ്യും? Syllabic sounds ആയിട്ട് ആക്ട് ചെയ്യും. That is, they act as the nuclei of syllables. Such consonants are known as syllabic consonants. Now syllabic-ന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കൺസണൻസിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? സിലബിക് കൺസണൻസ് എന്ന് വിളിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് the n in the word mutton. Mutton എന്ന് പറയുന്ന വാക്കെടുക്കുമ്പോഴത്തേക്കും നമ്മളത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും m, ചെറിയ a, t sound and n. ഇവിടെ ഒരു ചെറിയ എന്ന് പറയുന്ന വവൽ ഉണ്ട്. ഓക്കെ, മട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഡൈസിലബിക് വേർഡ്. രണ്ടാമത്തെ വവൽ എവിടെയെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് ഈ ടിക്ക് ശേഷം ഈ എന്ന് പറയുന്ന ചെറിയ സൗണ്ട് ലൈക്ക് അവേ എന്ന് പറയുന്ന വാക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ തലതിരിച്ചിടുന്ന സംഭവം ഉണ്ടല്ലോ, ആ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. അത് ശരിക്കും എന്താണ്? നെഗ്ലിജിബിൾ ആണ്. നമ്മൾ അട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ പ്രസൻസ് പലപ്പോഴും ഫീൽ ചെയ്യാറ് പോലും ഇല്ല. ഓക്കെ, സോ നമ്മളത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് മട്ടൺ. ഓക്കെ, സോ മട്ടൺ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് മട്ടൺ. സോ ഇവിടെ ആ രണ്ടാമത്തെ സിലബിൾ വരുമ്പോഴത്തേക്കും ആ എന്ന് പറയുന്ന ചെറിയ വവലിനേക്കാളും പ്രോമിനൻസ് ആർക്ക് കിട്ടുന്നുണ്ട്? ന എന്ന് പറയുന്ന കൺസണന്റിന് കിട്ടുന്നുണ്ട്. സോ ഈ സിലബിളിലെ പ്രോമിനൻറ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ന ആണ്. അല്ലെങ്കിൽ ഈ സിലബിളിലെ സിലബിക് സൗണ്ട് എന്ന് പറയുന്നത് ന ആണ്. ഓക്കെ, ലൈക്ക്വൈസ് the sound l in the word little, same case ആണ്. ലിറ്റിൽ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ല, ഇ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സിലബിൾ. സെക്കൻഡ് സിലബിൾ എന്ന് പറയുന്നത് ട്, ദെൻ ശരിക്കും വരുന്നത് ആ എന്ന് പറയുന്ന ചെറിയ സൗണ്ട് ആണ് ല. പക്ഷേ നമ്മൾ മട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് ആക്ച്വലി നെഗ്ലിജിബിൾ. സോ ഇവിടെ പ്രോമിനൻസ് കിട്ടുന്നത് ല എന്ന് പറയുന്ന കൺസണന്റിനാണ് വെൻ യു സേ ലിറ്റിൽ. ഓക്കെ, ലിറ്റിൽ. നൗ ഇങ്ങനെയുള്ള കൺസണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിലബിക് കൺസണൻസ് എന്ന് പറയുന്നത്. നൗ അവയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അവയുടെ താഴെ ചെറിയൊരു ചുനിപ്പ് പോലെ ഒരു സംഭവം കൊടുക്കും. ഞാൻ സൂം ചെയ്യാം, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ മ എന്ന് പറയുന്ന സൗണ്ടിന്റെ താഴെ അതില്ലാത്തത് ഞാൻ ഇതിനകത്ത് സിമ്പിൾസ് നോക്കിയപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ്. സോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ചെറിയൊരു കോമ പോലെയാണ് അത് ഇടുന്നത്. ല, മ, ന. ഓക്കെ, സോ ഈ സിമ്പിൾ കണ്ടാൽ അതിന്റെ അർത്ഥം ഈ സൗണ്ട്സ് സിലബിളിൽ വരുമ്പോഴത്തേക്കും പ്രോമിനൻസ് അവർക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, നൗ ലൈക്ക്വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദ ഫ്രിക്ഷൻലെസ് ഇംഗ്ലീഷ് സൗണ്ട്സ്, ഫ്രിക്ഷൻലെസ് ആണ് ഇംഗ്ലീഷ് സൗണ്ട്സ് വ ആൻഡ് യ വിച്ച് ആർ ഫോണറ്റിക്കലി ഓഫ് എ വോവൽ ലൈക്ക് ക്വാളിറ്റി ആർ ഫങ്ഷണലി കൺസണൻസ്. നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവ എന്തായിട്ട് തോന്നാം? വോവൽസ് ആയിട്ട് തോന്നാം. ബിക്കോസ് ദർ ഈസ് നോ ഫ്രിക്ഷൻ, ദർ ഈസ് നോ കംപ്ലീറ്റ് ക്ലോഷർ. സോ ദേ ആർ ബേസിക്കലി വോവൽസ്, ബട്ട് functionally അവരെന്താണ്? they are consonants. They are marginal in a syllable structure and are preceded by the indefinite article a and not an. സോ ഒരു സിലബിൾ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും അവരെന്താണ്? മാർജിനൽ ആണ്, ഒരിക്കലും എന്തല്ല, ന്യൂക്ലിയസ് ആയിട്ട് അവർ ഒരിക്കലും വരുത്തില്ല. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ എന്തായിട്ടേ കാണത്തുള്ളൂ? കൺസണൻസ് ആയിട്ടേ കാണത്തുള്ളൂ. സോ അതിന് മുന്നിൽ നമ്മൾ എന്തേ ചേർക്കത്തുള്ളൂ? എ എന്ന് പറയുന്ന ആർട്ടിക്കിളെ ചേർക്കത്തുള്ളൂ. നമ്മൾ വവൽസിന്റെ മുമ്പിൽ വവലിൽ തുടങ്ങുന്ന ഒരു വാക്കിൽ നമ്മൾ ചേർക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഒരിക്കലും ചേർക്കത്തില്ല. സോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ certain sounds belonging to one class according to phonetic form fall into another class according to function. ഫോമിൽ ഒന്നിൽ വരുന്നത് ഫംഗ്ഷനിൽ വരുമ്പോഴത്തേക്കും മറ്റൊന്നായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ കൺസണൻസ് വോവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടെ വോവൽസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കൺസണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കൺസണൻസ് വർക്കിംഗ് ആസ് വോവൽസ് and vowel like sounds functioning as consonants. Now, in order to solve this confusion of terms, K.L. Pike in his 1943 book Phonetics introduced two new terms, vocoids and contoids, to replace the terms vowel and consonant. Now ഈ ഒരു കൺഫ്യൂഷൻ, അതായത് വവൽസ് കൺസണന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, കൺസണൻസ് വവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ആ ഒരു മിക്സപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെ.എൽ. പൈക്ക് അദ്ദേഹത്തിന്റെ 1943 ബുക്കിൽ കൊണ്ടുവന്ന terms are vocoids and contoids. So basically vocoids means vowels, consonants means contoids means consonants. Now he clubs the concept of syllabic with these two forms, with these two terms to formulate four categories of sounds according to their function. Now അദ്ദേഹം ചെയ്യുന്നത് ഈ syllabic non syllabic എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിനെ vowel consonant എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് അദ്ദേഹം ബ്ലെൻഡ് ചെയ്തിട്ട്
he is actually uh, deriving 4 new categories. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബിക് വോക്കോയിഡ്സ്, നോൺ സിലബിക് വോക്കോയിഡ്സ്, സിലബിക് കണ്ടോയിഡ്സ് ആൻഡ് നോൺ സിലബിക് കണ്ടോയിഡ്സ്. എന്താണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. സിലബിക് വോക്കോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കോയിഡ്സ് വോവൽസ് ആണ്, വോവൽസ് ദാറ്റ് ആക്ട് ആസ് സിലബിക് സൗണ്ട്സ് ഓർ vowels that has got prominence. നമ്മളൊരു സിലബിൾ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോമിനൻസ് ഉള്ള വവൽസിനെയാണ് നമ്മൾ സിലബിക് വോക്കോയിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ സിലബിക് വോക്കോയിഡ്സ്, അതായത് വവൽസ് ആണ് പക്ഷെ അവർക്ക് എന്തില്ല, പ്രോമിനൻസ് ഇല്ല. നമ്മൾ ഇവിടെ കണ്ടില്ലേ, മട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ രണ്ടാമത്തെ സിലബിളിൽ വരുന്ന ആ ചെറിയ സൗണ്ട് ഓക്കെ നോൺ സിലബിക് ആണ്, കാരണം അതിനെന്തില്ല, പ്രോമിനൻസ് ഇല്ല. സോ പ്രോമിനൻസ് ഉള്ള വവൽസ് സിലബിക് വോക്കോയിഡ്സ്, പ്രോമിനൻസ് ഇല്ലാത്ത വവൽസ് നോൺ സിലബിക് വോക്കോയിഡ്സ്. ഇനി സിലബിക് കണ്ടോയിഡ്സ്. സിലബിക് കണ്ടോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിനൻസ് കിട്ടുന്ന കൺസണൻസ്. ഇവിടെ നമ്മൾ ഈ കണ്ട ല, മ, ന, റ്, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവർക്ക് ചില സമയത്ത് ഈ മട്ടൺ, ലിറ്റിൽ പോലെയൊക്കെയുള്ള വാക്കുകളിൽ അവർക്ക് പ്രോമിനൻസ് കിട്ടുന്നുണ്ട്. സോ പ്രോമിനൻസ് ഉള്ള കൺസണൻസിനെയാണ് നമ്മൾ സിലബിക് കണ്ടോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ നോൺ സിലബിക് കണ്ടോയിഡ്സ്, അതായത് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന, അതായത് സ്ട്രെസ് വരാത്ത അല്ലെങ്കിൽ പ്രോമിനൻസ് വരാത്ത മാർജിനൽ ആയിട്ടുള്ള കൺസണൻസ്, അവരാണ് നോൺ സിലബിക് കണ്ടോയിഡ്സ്. ക്ലിയർ ആണല്ലോ. സിലബിക് വോക്കോയിഡ്സ് ആർ വവൽസ് വിത്ത് prominence or they are syllabic sounds. Non-syllabic vocoids are vowel sounds which do not have prominence. Syllabic contoids are consonants which has got prominence like l, m, n, etc. Non-syllabic contoids are consonants which do not have prominence or consonants which are marginal. Now ഇതിനകത്ത് ഫസ്റ്റ് കാറ്റഗറിയും ഫോർത്ത് കാറ്റഗറിയുമാണ് ഏറ്റവും കോമൺ ആയിട്ട്. അതായത് വവൽസ് നമ്മൾക്കറിയാം 9 out of 10 കേസിലും അവർ തന്നെയായിരിക്കും എന്തായിട്ട് വരുന്ന ഒരു സിലബിളിലെ ന്യൂക്ലിയസ് ആയിട്ട് അല്ലെങ്കിൽ സിലബിക് സൗണ്ട് ആയിട്ട് വരുന്നത് വവൽസ് തന്നെയായിരിക്കും. ദെൻ കൺസണൻസ് നമുക്കറിയാം 9 out of 10 കേസിലും അവരെന്തായിരിക്കും, മാർജിനൽ തന്നെയായിരിക്കും. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് കാറ്റഗറീസ്, ദാറ്റ് ഈസ് സിലബിക് വോക്കോയിഡ്സ് ആൻഡ് നോൺ സിലബിക് കണ്ടോയിഡ്സ്, ആർ ടു കാറ്റഗറീസ് ദാറ്റ് ആർ മോസ്റ്റ് കോമൺ. Whereas the second and third, that is non-syllabic vocoids and syllabic contoids, are cases of exceptions or cases which are rare. നമ്മൾ ഈ കണ്ടതുപോലെ എക്സെപ്ഷണൽ കേസിൽ മാത്രമേ അല്ലെങ്കിൽ റെയർ കേസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവരെ നമ്മൾ കാണാറുള്ളൂ. അതായത് സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് പ്രോമിനൻസ് കിട്ടാത്ത വവൽസ് റെയർ ആണ്, അതേപോലെ പ്രോമിനൻസ് കിട്ടുന്ന കൺസണൻസ് റെയർ ആണ്. സോ ഫസ്റ്റ് കാറ്റഗറിയും ഫോർത്ത് കാറ്റഗറിയും കോമൺ ആണ്, then second and third rare ആണ്. Now ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഡെഫിനേഷൻ മാത്രമാണ് ഇനി വരുന്നത്. നോക്കേ, സിലബിക് വോക്കോയിഡ്സ്. സിലബിക് വോക്കോയിഡ്സ് ആർ ജനറലി വോവൽ സൗണ്ട്സ് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പ്രോമിനൻറ്റ് സൗണ്ട് ഓർ സിലബിക്കിനെ സിലബിൾ. ഒരു സിലബിളിൽ പ്രോമിനൻറ്റ് സൗണ്ടിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന വവൽ സൗണ്ട്സിനെയാണ് നമ്മൾ സിലബിക് വോക്കോയിഡ്സ് എന്ന് പറയുന്നത്. അത് ഏത് വവൽ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിൾസിലെല്ലാം ഇപ്പോൾ ബെറ്റ് എന്ന് പറയുന്ന വാക്കെടുക്കുന്നു, അതിനകത്ത് എന്ന് പറയുന്ന വവൽ സൗണ്ട് എന്താണ്, ആ സിലബിളിലെ പ്രോമിനൻറ്റ് സൗണ്ട് എന്ന് പറയുന്ന ആ വവൽ തന്നെയാണ്. ഓക്കെ, സോ സിലബിക് വോക്കോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, വവൽ സൗണ്ട്സ് ആണ് വിച്ച് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സിലബിക് സൗണ്ട് ഓർ പ്രോമിനൻറ്റ് സൗണ്ട്. സോ ഇതിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വവൽ തന്നെയാണ്. ദെൻ നോൺ സിലബിക് വോക്കോയിഡ്സ്. Now non-syllabic vocoids are sounds of vowel-like nature performing the function of marginal or non-syllabic sounds in a syllable. So vowel ആണ് അല്ലെങ്കിൽ vowel-like ആണ്, പക്ഷെ ഒരു സിലബിളിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് എന്തിൻ്റെ ഫംഗ്ഷൻ കിട്ടത്തില്ല, ഒരു വവൽ സൗണ്ടിൻ്റെ ഫംഗ്ഷൻ കിട്ടത്തില്ല. ഇപ്പം നമ്മൾ യെറ്റ് എന്ന് പറയുന്ന വേർഡ് എടുക്കുന്നു, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും യ ആൻഡ് ട്. ഈ യ എന്ന് പറയുന്നത് എന്താണ്, വവൽ-like ആണ്, പക്ഷെ ഇവിടെ എന്തായി പോകുന്നു, മാർജിനലായി പോകുന്നു. കാരണം ഇവിടെ കുറെ കൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മറ്റൊരു വവൽ സൗണ്ട് ഉണ്ട്. ഓക്കെ, സോ യ എന്ന് പറയുന്ന സൗണ്ട് വിൽ ഹാവ് ടു പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് എ കൺസണന്റ് ഓർ എ മാർജിനൽ സൗണ്ട്. സോ വോക്കോയിഡ് ആണ്, വവൽ-like ആണ്, ബട്ട് ഇറ്റ് ഈസ് മാർജിനൽ. ഓക്കെ, നോൺ സിലബിക് വോക്കോയിഡ്സ് ആർ സൗണ്ട് ഓഫ് വവൽ-like നേച്ചർ പെർഫോമിംഗ് ദ ഫംഗ്ഷൻ ഓഫ് മാർജിനൽ ഓർ നോൺ സിലബിക് സൗണ്ട്സ് ഇൻ എ സിലബിൾ. നൗ തേർഡ് വൺ നോക്കേ, സിലബിക് കണ്ടോയിഡ്സ്. നമ്മൾ നേരത്തെ കണ്ട മട്ടൺ, ലിറ്റിൽ പോലെയൊക്കെയുള്ള വാക്കുകളിൽ കാണുന്ന എന്താണ്, പ്രോമിനൻസ് കിട്ടുന്ന കൺസണന്റ് സൗണ്ട്. സിലബിക് കണ്ടോയിഡ്സ് ആർ ജനറലി കൺസണന്റ് സൗണ്ട്സ് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പ്രോമിനന്റ് സൗണ്ട് ഓർ സിലബിക് ഇൻ എ സിലബിൾ. എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, ദ സെക്കൻഡ് സൗണ്ട് ഇൻ ദ സെക്കൻഡ് സിലബിൾ ഓഫ് ദ വേർഡ് ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറയുന്ന വേർഡിന്റെ രണ്ടാമത്തെ സിലബിളിലെ രണ്ടാമത്തെ ല് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിലബിക് കണ്ടോയിഡ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് പ്രോമിനൻസ്. അവിടെ എന്ന് പറയുന്ന ആ ചെറിയ വവൽ സൗണ്ടിനെ ഡോമിനേറ്റ് ചെയ്ത് ആര് നിൽക്കുന്നുണ്ട്,
ല എന്ന് പറയുന്ന കൺസണന്റ് നിൽക്കുന്നുണ്ട്. സോ ആ സിലബിളിലെ സിലബിക് സൗണ്ട് എന്ന് പറയുന്നത് ല ആണ്. ഓക്കെ, സോ അതിനെ നമ്മൾ സിലബിക് കണ്ടോയിഡ് എന്ന് പറയും. നൗ നോൺ സിലബിക് കണ്ടോയിഡ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാറ്റഗറി, അതായത് കൺസണന്റ് സൗണ്ട്സ് വിച്ച് ആർ മാർജിനൽ. നോൺ സിലബിക് കണ്ടോയിഡ്സ് ആർ കൺസണന്റ് സൗണ്ട്സ് ദാറ്റ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് മാർജിനൽ ഓർ നോൺ സിലബിക് സൗണ്ട്സിന്റെ സിലബിൾ. നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും പറയാം. ഫോർ എക്സാമ്പിൾ പെറ്റ് എന്ന് പറയുന്ന വേർഡ് എടുക്കുക, അതിലെ ട് എന്താണ് മാർജിനൽ സൗണ്ട്സ് ആണ്. കാരണം ഇതിലെ പ്രോമിനന്റ് സൗണ്ട് എന്ന് പറയുന്നത് വൗവൽ തന്നെയാണ്. എന്ന് പറയുന്ന വൗവലാണ്, എ എന്ന് പറയുന്ന വൗവലാണ്. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് വോക്കോയിഡ്സ് ആൻഡ് കണ്ടോയിഡ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. സോ നല്ലതുപോലെ പഠിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും സുപ്രാ സെഗ്മെന്റൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സുപ്രാ സെഗ്മെന്റൽസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്, അതുപോലെ എന്താണ് ഇൻറ്റോണേഷൻ പോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, ഋതം, ഇതൊക്കെയാണ് സുപ്രാ സെഗ്മെന്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സിലബിളിന്റെ പ്രോസോഡിക് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ സുപ്രാ സെഗ്മെന്റൽസ് എന്ന് പറയുന്നത്. സോ like word stress, sentence stress, rhythm, then strong forms, weak forms, ഇതൊക്കെയാണ് സൂപ്രാ സെഗ്മെന്റൽസ് എന്ന് പറയുന്നത്. സോ അത് വേറൊരു കാറ്റഗറിയാണ്, അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഏറെക്കുറെ നമ്മൾ ഫോണറ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ചെയ്യേണ്ടത് ഇതുവരെയുള്ള മൊത്തവും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വലിയ താമസമില്ലാതെ നമ്മൾ ഒരു ലൈവ് ക്ലാസ്സിൽ വരും, ആൻഡ് ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്. സോ ബി പ്രിപ്പയർഡ്. സോ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ തറവാക്കുക. ദെൻ മേ ബി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വി വിൽ ഹാവ് എ ലൈവ് ക്ലാസ് ആൻഡ് ഐ വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദ റിമൈനിങ് പോർഷൻസ്. ഓക്കെ, സോ ടിൽ ദെൻ ബൈ.